സർ, ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഈടാക്കിയാൽ കനത്ത തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരും എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. മാത്രമല്ല, ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഈ സംഘർഷം ഏതെങ്കിലും നിലയിൽ ഒരു സമവായത്തിൽ എത്തിക്കുക എന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ ഇന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നത് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. വാൻസും അതുപോലെ ട്രംപിന് ഏറ്റവും വിശ്വസ്തരായ ആളുകളും ഒക്കെയുള്ള സംഘമാണ് എത്തുന്നത്. പക്ഷേ ചോദ്യം എന്ന് പറയുന്നത്, ഇറാൻ ചോദിക്കുന്നത് പാകിസ്ഥാൻ ആരാണ്, ഇത്തരത്തിൽ ഒരു മധ്യസ്ഥ ശ്രമം നടത്താൻ പാകിസ്ഥാൻ ആരാണ് എന്നതാണ് ഇറാന്റെ ചോദ്യം. നമുക്കറിയാം, പാകിസ്ഥാൻ ഒരു ദരിദ്ര രാഷ്ട്രമായി മുദ്രകുത്തപ്പെട്ട ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രം ഈ രീതിയിൽ ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന ഒരു യുദ്ധത്തിന്റെ സമവായ ശ്രമം അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമം ഏറ്റെടുക്കുന്നു എന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ? ഇറാന്റെ ഈ ചോദ്യം എത്രത്തോളം പ്രസക്തമാണ്? അജണ്ട ഉണ്ടെന്നുള്ളത് ഇസ്രായേൽ തന്നെ 2 ദിവസം മുമ്പ് പ്രസ്താവിച്ച് കഴിഞ്ഞു. ഇത് വെറും പ്രഹസനമാണ്. ഇപ്പൊ ഈ ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചില്ലേ, ഞാൻ 48 മണിക്കൂറിനകം ഇസ്രായേലിനെ തകർത്ത് കളയും, പിന്നെ ഇറാനെ ഇല്ലാതാക്കി കളയും. അപ്പൊ അങ്ങനെ അതിന് ചെയ്യാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അടിയന്തരമായിട്ട് എന്റെ പത്തന കരാറിൽ ഒപ്പിടണമെന്നൊക്കെ പറഞ്ഞുള്ള വിരുട്ടലും അഭ്യാസങ്ങളൊക്കെ നടന്നിരുന്നില്ലേ? അപ്പൊ ആ സമയത്ത് ലോകം തന്നെ ഭയപ്പെട്ടു പോയ ദിവസങ്ങളായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ട്രംപ് എന്ത് ചെയ്തു? ആ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഒരു പ്രഖ്യാപനം നടത്തി കളഞ്ഞു. പാകിസ്ഥാൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ശക്തമായിട്ട് ഇടപെട്ടിരിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞിരിക്കുകയാണ്, നമുക്കൊരു മധ്യസ്ഥ ചർച്ച നടത്താം. അപ്പൊ ഇറാനുമായിട്ട് നേരിട്ട് ഒരു ചർച്ച നടത്തുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. അവന് ഇസ്ലാമാബാദ്, പാകിസ്ഥാന്റെ തലസ്ഥാനം തന്നെ നമുക്ക് അതിന്റെ വേദിയാക്കാം. അപ്പൊ അവിടെ വെച്ച് ചർച്ച നടത്താം. അപ്പൊ അമേരിക്കയുടെ ഏതെങ്കിലും പ്രതിനിധികൾ വന്നാൽ മതി, ചർച്ച ചെയ്യാവുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതാണ്, ആ കണ്ടീഷന്റെ പേരിലാണ് ഈ പറഞ്ഞതുപോലെ ട്രംപ് എന്ത് ചെയ്തു? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു 15 ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെക്കാം. അങ്ങനെ 2 ആഴ്ചത്തേക്ക് യുദ്ധം നിർത്തുന്നതായിട്ട് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് തന്നെ മിനിഞ്ഞാന്ന് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ചില വാർത്തകൾ വന്നിരുന്നു. നെതന്യാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പൊ ലോകശക്തികൾ തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്. ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയും അതേപോലെ ഇറാൻ ഇപ്പൊ പുതിയ ലോകക്രമം അനുസരിച്ച് അവരും വലിയൊരു സൈനിക ശക്തിയായിട്ട് അവർ മാറിയിട്ടുണ്ട്. സാമ്പത്തിക സൈനിക ശക്തിയാണ്. അമേരിക്ക, റഷ്യ, ചൈന, ഇറാൻ, ഇതൊക്കെയാണ് ലോക സാമ്പത്തിക സൈനിക ശക്തികൾ, സൂപ്പർ പവേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ശക്തികളും ഇസ്രായേലിനെ പോലെ വളരെ സാങ്കേതിക മികവുള്ള രാജ്യങ്ങളും തമ്മിലൊക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇതിനിടയില് ഈ ദരിദ്ര രാഷ്ട്രം തന്നെ വിശേഷിപ്പിക്കാം. കാരണം പട്ടാള മേധാവികളും സൈനിക മേധാവികളുടെയും ഭരണത്തിനകത്ത് പെട്ട് കിടക്കുകയാണല്ലോ. അവിടെ ഉണ്ടായിരുന്ന സ്വത്തുക്കളും മുതലുകളും എല്ലാം കുറെ സൈനിക മേധാവികൾ അവരാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് വെച്ച് പോയിട്ടുള്ള ആളുകൾ പറയുന്ന റിപ്പോർട്ടുകൾ കേട്ടിട്ടില്ലേ? ഇത്രയേറെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമില്ല, അല്ലെ? വളരെയേറെ വലിയ കഷ്ടപ്പാടാണ് ആ സമയത്ത്. നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ നമ്മളത് കണ്ടതാണ്. അപ്പൊ അന്ന് ആ സമയത്ത് നമ്മൾ മറ്റ് ഈ സിവിലിയൻ മേഖലകളിലേക്ക് ഇന്ത്യ ആക്രമണം നടത്താതിരുന്നതിന്റെ കാരണം തന്നെ അന്ന് പറഞ്ഞത്, സൈനിക റിപ്പോർട്ടുകൾ പ്രകാരം വളരെ ദരിദ്രമാണ് അവിടെ. കുടിവെള്ളം പോലും ഇല്ലാത്ത രാജ്യമാണ്. നമ്മുടെ നദിയിൽ നിന്ന് പോകുന്ന, ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന നദിയിൽ നിന്ന് പോകുന്ന വെള്ളമാണ്, സിന്ധു നദീജലയിൽ നിന്ന് പോകുന്ന വെള്ളം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിലെ വെള്ളം ഉപയോഗിച്ച് അതിന്റെ പിന്നെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന വളരെ സാധുക്കളായ മനുഷ്യരാണ്. അവരെ ഉപദ്രവിക്കരുതേ എന്നുള്ള ലോകത്തിന്റെ ഒരു പിന്നെ റിക്വസ്റ്റ് പരിഗണിച്ചാണ് നമ്മൾ അന്ന് അവരെ ആക്രമിക്കാതിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദരിദ്രന്മാരാണ്, വളരെ ദരിദ്ര രാജ്യമാണ് അതിന്റെ ഉൾപ്രദേശങ്ങൾ. പിന്നെ സൈനിക മേധാവികളുണ്ട്, സമ്പത്ത് കൊള്ളയടിച്ചിട്ട് ആ സമ്പത്ത് വിദേശത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ലാഭം ഉണ്ടാക്കുന്ന സൈനിക മേധാവികളാണ്. അവരുടെയിലാണല്ലോ ഭരണമുള്ളത്. ഇമ്രാൻഖാനെ പോലെയൊക്കെയുള്ള അത്തരത്തിലുള്ള മറ്റ് നേതാക്കന്മാരെ ഒതുക്കി വെച്ച് സൈനിക മേധാവികളാണ്, പട്ടാള മേധാവികളാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ ആ രാജ്യമാണ് പറയുന്നത്, അവരാണ് പറയുന്നത്, ഞങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന്. ലോകത്താരെങ്കിലും വിശ്വസിക്കുന്ന കാര്യമാണത്? അത് ശരിയാണ്, ഇസ്രായേലിന്റെ ആ നിലപാട് കറക്റ്റ് ആണ്. അപ്പൊ അന്നേരം പറഞ്ഞത്, പിന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വരികയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സംഘം എത്തുവരികയാണ്. അവര് വന്ന ശേഷം നമുക്കിവിടെ ചർച്ച നടത്താം. ചർച്ച നടത്തിയ ശേഷം ഇത്തരം കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം, ഇറാൻ എന്നൊരു രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു യഹൂദരാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇറാനും
പരസ്പര ബദ്ധ വൈരികളാണ് രണ്ടുപേരും. ഒരുപാട് പ്രശ്നങ്ങൾ അവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ആഭ്യന്തരപരമായിട്ടും അതര വംശീയപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ എങ്ങനെ തീർക്കുമെന്നാണ് പാകിസ്ഥാനിലെ 2-3 പട്ടാള മേധാവികൾ വിചാരിച്ച തീർക്കാവുന്ന കാര്യങ്ങളാണോ? അല്ലെങ്കിൽ ഇറാന്റെ ആരൊക്കെയോ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും പാകിസ്ഥാനിൽ അതീവ സുരക്ഷയും രക്ഷാ നടപടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പൊന്നുമില്ല ഇത്തരം കാര്യങ്ങളിലൊന്നും. ആരൊക്കെയോ വരാൻ പോകുന്നുണ്ട് അവിടുന്ന്. ഒരു പക്ഷെങ്കിൽ നമുക്കിന്ന് ഉച്ചയോടുകൂടി അറിയാൻ പറ്റുവാന്ന് തോന്നുന്നു ആരൊക്കെയാണ് സംഘത്തിൽ വരുന്നത്. ഇറാനെ ആര് റെപ്രസെന്റ് ചെയ്യും? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇറാനെ പ്രതിനിധീകരിച്ച് ആരായിരിക്കും ചർച്ചയിൽ വരുന്നത്? അല്ലെങ്കിൽ തന്നെ ഇവരുടെ ഇടയിലുള്ള ഈ ധാരണ കൊണ്ട് വല്ലതും തീരുമോ ഇത്? ഇസ്രായേലിന്റെ ആളുകൾ വേണം അല്ലേ? അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ, അത്തരത്തിലൊരു മധ്യസ്ഥ ചർച്ച ഇവിടെ നടത്തിയ ശേഷം ഇസ്രായേലിന്റെ കൺഫർമേഷൻ മേടിക്കണം. അല്ലാതെ ഇപ്പൊ പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയും ഇവരും തമ്മിൽ ഇറാന്റെ പ്രതിനിധികളും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് യുദ്ധം തീരുമോ? തീരത്തില്ലെന്നുള്ളതിന്റെ സൂചനയാണ് വന്നത്. ഇപ്പൊ ലെബനനിൽ നിന്ന് ഇന്നലെ കണ്ടില്ലേ, ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്ന അതിശക്തമായ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ലെബനനിലേക്ക് കയറി അടിക്കുന്നു, അവര് കയറി അടിക്കുന്നുണ്ട് അല്ലെ? അവര് തീർച്ചയായിട്ടും അവരുടെ അവര് വിട്ടുകൊടുക്കത്തില്ല. എത്രയോ നാളുകൊണ്ടുള്ള കലാപമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും അവരതിനെ അനുവദിക്കത്തില്ല. അതുപോലെ തിരിച്ച് ഇറാൻ ചെയ്യുന്നത് കണ്ടില്ലേ? ഇറാൻ ഇന്നലെയും കുവൈറ്റിനെ ആക്രമിച്ചിരിക്കുകയാണ്. GCC രാഷ്ട്രങ്ങൾ കുവൈറ്റിന്, പിന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് സൗദിക്കും ബഹ്റിനൊന്നും വലിയ അറ്റാക്ക് ഉണ്ടായിട്ടില്ല. ഇന്നലെ അവർ സമാധാനമായിട്ട് ഉറങ്ങിയെന്നാണ് പറയുന്നത് അത്തരം രാജ്യങ്ങൾ. പക്ഷെ കുവൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. കുവൈറ്റിലേക്ക് വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. എന്തെങ്കിലും അതിന്റെ ഒരു തോത് കുറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സാഹചര്യങ്ങൾ ഇപ്പോഴും വളരെ മോശമാണ്. അവിടെ എല്ലാം വളരെ മോശമായ സാഹചര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, കേരളത്തിൽ നടന്ന വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. SIR പ്രകാരം നമ്മൾ വോട്ടർ പട്ടികയൊക്കെ പരിഷ്കരിച്ചു ഒക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ 2.25 ലക്ഷം വിദേശത്തുണ്ടായിരുന്ന മലയാളികൾക്ക് വരാൻ സാധിക്കുന്നുണ്ടോ? അവർ വന്നിട്ടില്ല അല്ലേ? പല പ്രശ്നങ്ങളാണ്. ഒന്നാമത് വിമാന സർവീസ് കൃത്യമായിട്ട് പോകുന്നില്ല. പലർക്കും ജോലിയുടെ കാര്യത്തിൽ തന്നെ അല്ലേ, എല്ലാവരും വളരെ സൂക്ഷിച്ചാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ അതേപോലെ 2.25 ലക്ഷം വോട്ടുകളാണ് നമുക്ക് ഇപ്രാവശ്യം NRI വോട്ടുകൾ നമ്മുടെ കണക്ക് പ്രകാരം ഉള്ളത്. അതിൽ കുറച്ചൊക്കെ പേര് ധാരാളം വന്നുകൊണ്ടിരുന്നതാണ്. കാരണം ചെറിയ ടിക്കറ്റും പിന്നെ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരു പകുതി പേരെങ്കിലും ഒക്കെ വരുമായിരുന്നു. കുറഞ്ഞ ഒരു 50,000 പേരെങ്കിലും വന്ന് വോട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് അവർക്കാർക്കും വരാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ വിഷു സംബന്ധിച്ച് കണ്ടില്ലേ, വിഷു സംബന്ധിച്ച് പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിഷുക്കണി ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അവൻ ഐശ്വര്യ സമൃദ്ധമായ വിഷുക്കണി കാണുന്നതിനും പച്ചക്കറി മറ്റു ആഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ. ഇപ്പൊ ആകെ കൂടെ ലുലുവാണ്. ലുലുവിന്റെ മാളുള്ളത് കൊണ്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ വലിയ വിലക്കയറ്റത്തിലേക്ക് വരികാൻ പോകണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് യൂസഫ് അലി അദ്ദേഹം ഒന്ന് പറയുന്നുണ്ട്, പേടിക്കേണ്ട കാര്യമില്ല, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. എണ്ണവില ഏറ്റവും പുതിയ വാർത്ത റിലയൻസിന് കൺട്രോൾ ചെയ്യാൻ പോകുന്നു. കേരളത്തിലെ അല്ലെ ലോകത്തിലെ ഇന്ത്യയിലെ എണ്ണ വിപണിയെ നിയന്ത്രിക്കുന്ന പ്രധാന കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അല്ലെ? അവർക്ക് ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അവർ പ്രോസസ് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ഉള്ള ഇതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. റിലയൻസിന്റെ റിലീസ് വന്നിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് ഒരു ദിവസം ഇത്ര രൂപയ്ക്കുള്ള പെട്രോളോ ഡീസലോ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഏതാണ്ട് ഒരു തവണത്തേക്കൊണ്ട് 1000 രൂപയോ 1000 രൂപയ്ക്കുള്ള പെട്രോളും ഡീസലുമേ ഒരു വാഹനത്തിന് അനുവദിക്കൂ. അത് നമ്പറൊക്കെ വെരിഫൈ ചെയ്തിട്ട്, അതായത് നമ്മുടെ ഗ്യാസ് ഏജൻസികളിൽ ഇപ്പൊ ചെയ്യത്തില്ല, 45 ദിവസത്തെ ഒരിക്കലും ഒരു ഗ്യാസ് കണക്ഷൻ മാറ്റിയെടുക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ പോലെ കൺട്രോൾ വരികയാണ്. അപ്പൊ യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുകയാണ്. അതിനിടയിൽ എല്ലാവരും പോസിറ്റീവായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പൊ ഇസ്ലാമാബാദ് നടക്കുന്ന ചർച്ചയിൽ എങ്ങനെയെങ്കിലും ഇത് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചർച്ചയ്ക്ക് 3 ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് ബന്ധപ്പെട്ട ഒരു രാജ്യം, ഇസ്രായേലിനെ പോലൊരു രാജ്യം പറയുകയാണ്, യവന്മാരൊന്നും വന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾ വേണ്ട പരിപാടി ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെന്തുകൊണ്ടാണ് ചർച്ചയുടെ അർത്ഥം? പിന്നെ ആകെ കൂടെ ചെയ്യാൻ ഉണ്ടാകാവുന്ന ഒരു ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ദിവസം കൂടെ എണ്ണ വില കുറഞ്ഞു നിൽക്കും. ചർച്ചയും സമാധാനവും ഒക്കെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ 2 ആഴ്ചത്തേക്ക് എണ്ണ വിലയൊന്ന് കുറഞ്ഞു നിൽക്കും, ക്രൂഡിന്റെ വിലയൊന്ന് കുറഞ്ഞു നിൽക്കും, മാർക്കറ്റൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് വിഷു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചർച്ചയുടെ ആഫ്റ്റർ എഫക്ട് നമുക്കറിയാമല്ലോ, 2 ദിവസത്തേക്ക് വരും. അത് വീണ്ടും പഴയതുപോലെ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ഇത് തന്നെയാണ് പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ ഇന്ന് അവിടെ ഖത്തറിലേക്ക് പോകുന്നുണ്ട്. ഇക്കാര്യത്തിൽ അവര് ഇറാൻ എന്തോ ഒരു ആൾട്ടർനേറ്റീവ് റൂട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും, ഹോർമസ് കടലിടുക്കിനകത്തിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാകണ്ട, കാരണം അവിടെ എല്ലാം മൈൻ വാരിയിട്ടിരിക്കുകയാണെന്ന് ഇറാൻ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്.
ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് പോലും അറിയാത്ത ഭാഗങ്ങളിലെല്ലാം മൈൽ വാരിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു ബദൽ റൂട്ട് അവർ നിർദ്ദേശിക്കുന്നുണ്ട്. അതുവഴി നിങ്ങളൊരു കാര്യം ചെയ്യൂ, പെട്രോളിയോ പിന്നെ അതേപോലെ തന്നെ ഈ എൽ പി ജി അടക്കമുള്ള വസ്തുക്കൾ കൊണ്ടുപോകും. അപ്പൊ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് നമ്മുടെ വിദേശകാര്യമന്ത്രി ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഖത്തറിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചില പ്രതീക്ഷയുടെ നാമ്പുകളാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ ഒരു യുദ്ധകാര്യത്തിൽ തോന്നുന്നത്. യെസ്, എന്തായാലും പാകിസ്ഥാനിൽ വെച്ച് ഇന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത്രയേറെ വിശ്വസ്തരായിട്ടുള്ള ആളുകളും ഒപ്പം വൈസ് പ്രസിഡന്റ് ജെയ്സ് ഡാനിയലുമാണ് വാൻസുമാണ് ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. മറ്റാരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുക എന്നത് വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ സമയമോ അല്ലെങ്കിൽ ഇസ്ലാമാബാദിലാണ് എന്ന് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.